നൽകണമേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 20-ാം തിരുലിഖിതം. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. മാറാനാഥ, മാറാനാഥ. ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് സ്ഥലം തെരഞ്ഞെടുക്കുന്ന ദൈവം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 11-ാം തിരുലിഖിതം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 12 വേഴ്സ് 11. അപ്പോൾ തൻ്റെ നാമം സ്ഥാപിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം തെരഞ്ഞെടുക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മണിക്കൂർ ദൈവം അഭിഷേകം ചെയ്ത മണിക്കൂറാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ ജീവനും ആത്മാവുമായ ജീവന്റെ വചനങ്ങൾ ശ്രവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ദൈവവചനം കേൾക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ് വ്യാപരിക്കും. കഴിഞ്ഞ നാളുകളിലുണ്ടായ 1-2 അനുഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ചിന്നമ്മ. ഞങ്ങൾ തലശ്ശേരി അതിരൂപതയിലെ എടൂർ ഇടവകയിലാണ് താമസിക്കുന്നത്. എൻ്റെ ഇളയ മകൾ +1 പഠിക്കുന്നു. ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അവൾ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആദ്യം 1-2 പരീക്ഷകൾക്ക് നല്ല മാർക്ക് കിട്ടി. എന്നാൽ സെപ്റ്റംബർ ആയതോടെ അവൾ ക്ലാസ്സിൽ ചെന്നാൽ രാവിലെ മുതൽ ഉറക്കമാണ്. അടുത്തിരിക്കുന്ന കുട്ടികൾ വിളിച്ചാലും ഒരു മാറ്റവുമില്ല. വൈകുന്നേരം വരെ ഇത് തുടരും. ഉറങ്ങുന്ന കാര്യം വീട്ടിൽ വിളിച്ച് പറഞ്ഞു, പക്ഷെ ഞങ്ങളത് കാര്യമാക്കിയില്ല. എന്നാൽ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് മാർക്കുകൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. അത്രമാത്രം മകൾ പഠനത്തിൽ പിന്നോക്കം തകർന്നുപോയി. അവൾ വളരെയധികം പിന്നിലായി. ഇതോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി എന്ന പേരിൽ സഗിയോൻ ധ്യാന കേന്ദ്രത്തിന് സംപ്രേഷണം ചെയ്യുന്ന വചന പ്രഘോഷണ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ തുടങ്ങി. 2010 ജനുവരി മാസം 11-ാം തീയതി ഞായറാഴ്ച വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് മകളെ സമർപ്പിച്ച് യേശുവിനെ നാമം വിളിച്ച് മകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുർപീഡയിൽ നിന്നും അന്ധകാര പീഡയിൽ നിന്നും മകളെ മോചിപ്പിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, തിങ്കളാഴ്ച അവൾ ഫോൺ വിളിച്ചു. അവൾ പറഞ്ഞു, ഞായറാഴ്ച രാത്രി 8:30 മുതലുള്ള സമയത്ത് വല്ലാത്തൊരു അസ്വസ്ഥതയും ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അവൾ വേഗം പോയി ജപമാല എടുത്ത് കഴുത്തിലിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് വലിയൊരു സമാധാനം ലഭിച്ചു. അതിൽ പിന്നെ ക്ലാസ്സിൽ ചെന്നാൽ ഇപ്പോൾ ഉറക്കം വരുന്നില്ല, നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ട്, നല്ല മാർക്ക് ലഭിക്കുന്നുണ്ട്. പ്രാർത്ഥന കേട്ട് ദൈവം എൻ്റെ മകളെ അനുഗ്രഹിച്ചു. ചിന്നമ്മ എടൂരെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ നോക്കുക, വചനപ്രഘോഷണം നടക്കുന്ന സമയത്ത് ഒരു കുടുംബം ഹൃദയത്തിൽ ഏകാഗ്രതയോടെ യേശുവിനെ നാമം വിളിച്ച് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ കിലോമീറ്ററുകൾക്കകലെ ദൂരദേശങ്ങളിലിരുന്ന് വേദനിക്കുന്ന അന്ധകാര പീഡയിൽ നിന്ന് തകരുന്ന ഒരു മകളെ കർത്താവ് വിടുവിച്ച്
എൻ്റെ പ്രിയ പൈതലേ, ഈ വചനപ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്റെ മകളെ പ്രതി, നിന്റെ മകനെ പ്രതി, നിന്റെ അപ്പനെ പ്രതി, അമ്മയെ പ്രതി, നിന്റെ കുടുംബത്തിൽ ആരാണോ തകർന്നിരിക്കുന്നത്, അന്ധകാര പിടയിരിക്കുന്നത്, വേദനയിലിരിക്കുന്നത്, അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീര് വീണാൽ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതമുണ്ട്. 2 കരങ്ങൾ ഉയരട്ടെ. ഓ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുവിൻ്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുവിൻ്റെ രക്തത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ചുറ്റിലും ഉണ്ടാകട്ടെ. ഓ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് ചുറ്റിലും യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുതമായ ഒരു കോട്ട ഇപ്പോൾ ഉയരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തക്കോട്ട, രക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. യേശുവേ, ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, രക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം, രക്തം, യേശുവിൻ രക്തം, മോചനമേകും യേശുവിൻ രക്തം, കൂട്ടായ്മയോട് ചേർന്ന് രക്തം, യേശുവിൻ രക്തം, കൈയടിച്ച് പാടുന്നു. മോചനമേകും യേശുവിൻ രക്തം. ഓരോ മകനും ഓരോ മകളും കുടുംബത്തിലിരുന്ന്, കുടുംബാംഗങ്ങൾ ഒന്നിച്ച്, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് കൈയടിച്ച് പാട്ടുപാടി രക്താഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ രക്തം. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ നിറയട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ നിറയട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. അത്ഭുത ശക്തി ആവരിക്കട്ടെ. മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ നിറയട്ടെ. നന്നായി കൈയടിച്ച് സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ നിറയട്ടെ. രക്തക്കോട്ട, രക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം, രക്തം, യേശുവിൻ രക്തം, മോചനമേകും യേശുവേ, യേശുവിൻ രക്തം, യേശുവേ, രക്തം, രക്തം, അത്ഭുത രക്തം, യേശുവിൻ രക്തം, അത്ഭുത രക്തം, മോചനമേകും അത്ഭുത രക്തം യേശുവിൻ രക്തം, ഇപ്പോൾ വ്യാപരിക്കട്ടെ. രക്തം, രക്തം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ രക്തം, തിരുരക്താഭിഷേകം, മോചനമേകും തിരുരക്താഭിഷേകം യേശുവിൻ രക്തം, ഇപ്പോൾ വ്യാപരിക്കുന്നു. രക്തം, രക്തം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിൻ ഹല്ലേലൂയ. രക്തം, മോചനമേകും യേശുവിൻ രക്തം. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കുടുംബങ്ങളുടെ മേലെ യേശു രക്തത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. പകർച്ചവ്യാധികളും തീരാരോഗങ്ങളും മാറാദുഃഖങ്ങളും യേശു രക്തത്തിന്റെ ശക്തിയാൽ കുടുംബങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്ഥലം തിരഞ്ഞെടുക്കുന്ന ദൈവം. നിയമാവർത്തന പുസ്തകം നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവിക ദൂതുണ്ട്. ദൈവത്തിൻ്റെ നാമം സ്ഥാപിക്കാൻ ദൈവം ചില പ്രത്യേക സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നു. 12-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം. അപ്പോൾ തൻ്റെ നാമം സ്ഥാപിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. തൻ്റെ പ്രിയജനത്തിന് ദൈവം ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. ഹല്ലേലൂയ. അനേകം വിശ്വാസികളെ ദുർബലപ്പെടുത്തുന്ന ഒരു ദുർബല ചിന്തയുണ്ട്. എന്തിനു വേണ്ടിയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്? എന്താ എൻ്റെ വീട്ടിൽ ദൈവം ഇല്ലേ? എന്താ ഇവിടെ ദൈവം ഇല്ലേ? ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്.
അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അർദ്ധസത്യം അസത്യം പോലെ അപകടകരമാണ്. ദൈവവചനം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ സഹപ്രവർത്തകനും ദൈവരാജ്യ വേലയിൽ ആരംഭം മുതൽ എന്നോടുകൂടെ ഉണ്ടായിരുന്നവനുമായ കർത്താവിൻ്റെ പ്രിയദാസൻ രാജു നെല്ലിക്കാമല സഹോദരൻ തൻ്റെ ജ്ഞാനത്തിൽ നിന്ന് പങ്കുവെക്കുന്ന എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞത് ഈ ആലയം തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് ദൈവജനം അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും എന്നാണ്. എന്നാൽ മക്കേവാറിൻ്റെ 2-ാം പുസ്തകത്തിൽ തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ എവിടെ ഇരുന്ന് അനുഗ്രഹം പ്രാപിക്കണം, അതിന് ദൈവം തന്നെ തിരഞ്ഞെടുത്ത ഒരു സ്ഥലത്ത് വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. 2 മക്കേവാർ 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തെരഞ്ഞെടുക്കുകയല്ല, ജനത്തിനു വേണ്ടി സ്ഥലം തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അത് 2 കാര്യത്തിനാണ് ദൈവം ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നത്. ആ 2 കാര്യം അത് 20-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 20-ാം വാക്യത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, അവിടുന്ന് തെരഞ്ഞെടുത്ത സ്ഥലത്ത് വരുമ്പോൾ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ജനം എൻ്റെ അടുത്ത് വരും. കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലം പങ്കുചേരും. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്, ദൈവജനം കൂട്ടത്തോടെ അവിടെ വരുമ്പോൾ ജനത്തിൻ്റെ കഷ്ടതകളും ഐശ്വര്യത്തിലും ആ സ്ഥലം പങ്കുചേരും. ആ വാഗ്ദാനമാണ് ഇന്ന് സെഹിയോനിൽ ഈ കഴിഞ്ഞ കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നത്. 10,000-കണക്കിന് കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളോടെ ഒരു മനുഷ്യൻ ഇവിടെ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകത്തിലെ 12-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം പറയുന്നത് ഒറ്റയ്ക്ക് ഒരാൾ വരുന്നു എന്നല്ല, പിന്നെയോ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ആടുമാടുകളും എല്ലാവരും എൻ്റെ മുമ്പിൽ വന്ന് ഭക്ഷിക്കണം. അങ്ങനെ കുടുംബമടച്ച് വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ച എല്ലാവരും തന്നെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം രേഖപ്പെടുത്തുന്നു. 6-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, അങ്ങയുടെ ജനമായ ഇസ്രായേലും ഈ ദാസനും ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. അപ്പോൾ ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും സാധിച്ചു കിട്ടും എന്ന് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മറ്റൊരു സംഭവം കാണിച്ചു തരാം. ഈ അധ്യായം തന്നെ 6-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം, അവിടുത്തെ ജനമായ ഇസ്രായേൽ അങ്ങയോട് പാപം ചെയ്തിട്ട് അവിടുത്തെ മഴ തടയുമ്പോൾ അവർ തങ്ങളുടെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടുത്തെ നാമം ഏറ്റുപറയുകയും ഈ ആലയത്തിലേക്ക് നോക്കി വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പാപങ്ങൾ ക്ഷമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം ഒരു സംഭവം. ഈ ആലയത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ഈ അമ്മച്ചിക്ക് ഒരു മകളുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് വയറ്റിൽ ജനിച്ചു. പക്ഷെ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയം വരെ ഡോക്ടർമാർ പറഞ്ഞു സാരമില്ല, നോർമൽ പ്രസവമൊക്കെ ആയിരിക്കും എന്നെല്ലാം പറഞ്ഞു അവരെ ഒരുക്കി. അതുകൊണ്ട് ഭർത്താവ് വീട്ടിലേക്ക് പോയി. ഇപ്പം അമ്മയും മകളും മാത്രം ആശുപത്രിയിൽ. അങ്ങനെയുള്ള സമയത്ത് ഈ അമ്മച്ചി എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഈ അമ്മച്ചി മരുമകൻ പോയി കുറേ കഴിഞ്ഞപ്പോൾ പറയുന്നു, ഡോക്ടർമാർ വന്ന് പറയുന്നു അപകടകരമാണ്, മകൾക്ക് പെട്ടെന്ന് സീരിയസ് ആണ്, ഓപ്പറേഷൻ വേണം, അതുകൊണ്ട് രക്തം വേണം, ആൾക്കാരെ സംഘടിപ്പിക്കണം എന്നെല്ലാം. ഈ അമ്മച്ചി നോക്കിയപ്പോൾ രാത്രി എങ്ങോട്ട് പോയിട്ടും രക്ഷയില്ല. അപ്പം അമ്മച്ചി സെഹിയോനിൽ വന്ന് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിക്കറിയാം ഈ ആലയത്തിൽ ഈ തെരഞ്ഞെടുത്ത സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ പല അത്ഭുതങ്ങളും അമ്മച്ചി കണ്ടിട്ടുണ്ട്. അമ്മച്ചി ഈ ആലയത്തിൽ നിന്ന് ഒരുപാട് അനുഗ്രഹം പ്രാപിച്ച അമ്മച്ചി ആയതുകൊണ്ട് ഒട്ടും സംശയിക്കാതെ അമ്മച്ചി പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തി. അമ്മച്ചി ബാത്റൂമിലേക്ക് കയറി. മലമ്പ്രദേശമാണെങ്കിൽ ശരി, അമ്മച്ചി കാഞ്ഞിരപ്പുഴ എന്ന് പറഞ്ഞ ആശുപത്രി നിന്നുകൊണ്ടാണ് ഈ ആലയത്തിലേക്ക് നോക്കി, ലക്ഷ്യം നോക്കി
അമ്മച്ചി കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. ഒരു കുറച്ച് സമയം സ്തുതിച്ചു കഴിഞ്ഞിട്ട് മകളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അതേ ഡോക്ടർ പറയുന്നു, ഇതാ ഇനി ഓപ്പറേഷൻ വേണ്ട, നിങ്ങൾ മകൾ സുഖമായി പ്രസവിച്ചു കഴിഞ്ഞു. നോക്കിയ തൊട്ടടുത്ത് വരെ പറഞ്ഞു, ഇതാ ഓപ്പറേഷൻ ഇല്ലാതെ പറ്റില്ല, രക്തം വേണം, ആള് വേണം, എല്ലാം വേണം. ഈ എഴുതപ്പെട്ട വചനം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട വചനം ദൈവം സ്ഥാപിച്ച ആലയത്തിലേക്ക് നോക്കി, തെരഞ്ഞെടുത്ത ആലയത്തിൽ നോക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ കാര്യം നിറവേറി കിട്ടുമെന്ന് അമ്മച്ചി അന്ന് പറഞ്ഞ കാര്യം, പ്രാർത്ഥിച്ചത് സംഭവിച്ച കാര്യം പിന്നെ പിറ്റേ വെള്ളിയാഴ്ച വന്നപ്പോൾ എന്നെ പറഞ്ഞപ്പോഴാണ് ഈ വചനത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വീട്ടിലോ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കണം. ഈ തെരഞ്ഞെടുത്ത സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യം. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും എൻ്റെ കാതും യാഗരൂഹമായിരിക്കും. ദൈവം തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വന്ന് ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം പറയുന്നു കണ്ണും കാതും തുറന്നിരിക്കും. വീണ്ടും തിരുവചനം പറയുന്നു, ഞാൻ ഈ ആലയത്തെ തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാസമയവും ഇതിന്മേലുണ്ടായിരിക്കും. അനേകായിരങ്ങൾ, 10,000-കണക്കിന് ദൈവമക്കൾ അങ്ങനെ ഇവിടെ വന്ന് സൗഖ്യം പ്രാപിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട ആലയത്തിൽ വന്ന് മാത്രം പ്രാർത്ഥിച്ചാലേ പ്രിയപ്പെട്ടവരെ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനായി നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഈ ആലയത്തെ സ്നേഹിച്ച് ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്ത് വരാൻ ഉള്ള അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പ്രിയദാസനായ രാജു നെല്ലിക്കാമല സഹോദരൻ തനിക്ക് ലഭിച്ച ജ്ഞാനം ഉപയോഗിച്ച് 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 16-ാം വാക്യത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക ദൂത് നമുക്ക് വിവരിച്ചു തന്നു. എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായിരിക്കും. ദൈവം ജെറൂസലം ദേവാലയം തെരഞ്ഞെടുത്തതിനെ കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെ ദൈവം ചില സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ പ്രത്യക്ഷനാകുന്നത് ബൈബിളിൽ കാണാം. മൂറിയ മലയിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണാം. ഹോറബ് മലയിൽ മോശയ്ക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ കാണാം. തൻ്റെ കൽപ്പന കൊടുക്കാൻ വേണ്ടി സീനായി മലയെ തിരഞ്ഞെടുത്ത ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. മാമറയുടെ ഓക്ക് മരത്തോപ്പിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. യാബോക്ക് എന്ന നദിക്കടവിൽ വന്ന് യാക്കോബുമായി മുഖാഭിമുഖം നിന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. കാർമൽ മലയിൽ വന്ന് ഏലിയായോട് സംസാരിച്ച ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ചില പ്രത്യേക സ്ഥലത്ത് ദൈവം തൻ്റെ ദാസന്മാരും ഇടപെടുന്ന രംഗങ്ങൾ ബൈബിൾ ഒട്ടനവധി ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അവിടുന്ന് ഭൂമിയിൽ ചില സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അവിടുന്ന് ഭൂമിയിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചില പ്രത്യേകവിധ സാന്നിധ്യം നൽകുന്നു. ഈ സാന്നിധ്യം നൽകുന്ന അങ്ങയുടെ ജ്ഞാനത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകാനും ദേവാലയങ്ങളിലേക്ക് പോകാനും വിശുദ്ധ കൂദാശകൾ അർപ്പിക്കാനും ഞങ്ങൾക്ക് ഉൾക്കാഴ്ചകൾ തരണമേ കർത്താവേ. കർത്താവ് തിരഞ്ഞെടുത്ത വിശുദ്ധ ആലയങ്ങളിലേക്ക് പോകാനുള്ള ഒരു ആന്തരിക ദാഹം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ, ദൈവത്തെ ആരാധിക്കട്ടെ. മാമറയുടെ തോപ്പിൽ ഇറങ്ങി വന്ന ദൈവത്തിന് ആരാധന, ആരാധന. മാമറയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, ആരാധന. മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന, മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. ആരാധന, ആരാധന, പ്രിയക ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന. നന്നായി കരങ്ങളടിച്ച് കുടുംബം ഒന്നിച്ച് തൻ്റെ ജ്ഞാനത്താൽ ലോകത്തിലെ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് ലൂർദിലും ഫാത്തിമയിലും അനേക തീർത്ഥാടന കേന്ദ്രങ്ങളിലും വിശുദ്ധ സ്ഥലങ്ങളിലും സജീവ സാന്നിധ്യം നൽകുന്ന ദൈവ സാന്നിധ്യം ആനന്ദിച്ച് കടവിൽ ഇറങ്ങി വന്ന യാക്കോബിൻ ദൈവത്തിന് ആരാധന, കൈയടിച്ച് എന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിൻ ദൈവത്തിന് ആരാധന, ആരാധന. മലന്ന മലയിൽ അഗ്നിയച്ച
ഏലിയാവിൻ ദൈവത്തിന് ആരാധന. ആരാധന. എന്ന മലയിൽ അഗ്നിയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. Glory, glory. ആരാധന ആരാധന പ്രിയക ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഓരോ കുടുംബങ്ങളിൽ ഇരുന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയുടെ മേൽ തെളിഞ്ഞ ജ്ഞാനം നിറയട്ടെ. 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 ഹല്ലേലൂയ ഹല്ലേലൂയ. അന്ധകാര പീഡകൾ വിട്ടുപോകട്ടെ കർത്താവേ. ദൈവിക പദ്ധതികളെ കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് പൂരിതമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മറനാത്ത. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശയ്യായുടെ പുസ്തകം 52-ാം അധ്യായം 2-ാം തിരുലിഖിതം. ബന്ധനസ്സയ ജെറൂസലേമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്സയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. ഈ ആരാധനയുടെ സമയത്ത് കുടുംബത്തിലും സ്ഥാപനങ്ങളിലും വ്യക്തി ജീവിതത്തിലും കാലങ്ങളായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളും തിന്മയുടെ പീഡകളും അധപതനത്തിൻ്റെ ശക്തികളും വിട്ടുപോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഇതാ ഈ സമയം ഒരു ഡെലിവറൻസ് ആശീർവാദമാണ് നൽകപ്പെടുന്നത്. കരങ്ങൾ ഉയർത്തി ഓരോ തടസ്സത്തിൻ്റെ മേഖലകൾ സമർപ്പിച്ച് യേശുവിനെ നാമം വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും വ്യക്തി ജീവിതങ്ങളിലും കാലങ്ങളായി ഇവർ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളും ബന്ധനങ്ങളും ആധിപത്യ ശക്തികളും ദുഷ്പ്രഭുത്വങ്ങളും യേശുനാമത്തിൽ ഇപ്പോൾ ചിന്ന ഭിന്നമാകട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം യേശുവിന്റെ തിരുരക്തം Come, Lord Jesus. എൻ്റെ പേര് മേരി വർഗീസ്. ഇടുക്കി ജില്ല നെടുങ്കണ്ടം അടുത്ത മാവടിയിൽ നിന്ന് വരുവാണ്. എൻ്റെ മകളുടെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. റൈറ്റ്. കൊച്ചിന് ഇപ്പോൾ 8 വയസ്സ് കഴിഞ്ഞു. വർത്താനം പറയാൻ തുടങ്ങി അന്ന് മുതൽ ശരിക്കും വിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 3 മാസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് ഇവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് വന്നു പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് കൊച്ചു വിക്കായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. 7 വയസ്സ് വരെ വിക്കോട് കൂടി സംസാരിച്ച കുട്ടിയാണ്. 3 ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച ആദ്യമായിട്ട് വന്നു. അന്ന് തന്നെ കർത്താവ് വിക്കുണ്ടായിരുന്ന കുട്ടിയുടെ വിക്ക് മാറ്റി സ്ഫുടമായിട്ട് കുട്ടി സംസാരിക്കുന്നു. ഹല്ലേലൂയ. മോളുടെ പേരെന്താ? എന്റെ പേര് ഹന്ന. മോളുടെ സ്ഥലം എവിടെയാ? സ്ഥലം കരാസർ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, നോക്ക്, കുട്ടിക്ക് പേടിയുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മാത്രപ്പെടുക. ഗുണമായി സംസാരിക്കുന്നു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം.
ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. എൻ്റെ പേര് ജൂലിയറ്റ് ജോർജ്. സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊഴുക്കുള്ളി എന്ന സ്ഥലത്താണ്. എനിക്ക് 6 വർഷമായിട്ട് അലർജി മൂലം മേലൊക്കെ ചൊറിയുന്ന അസുഖമായിരുന്നു. ശരീരം മുഴുവൻ ചൊറിയുന്ന ഒരു പ്രത്യേക അസുഖം, അലർജി. ഈ സഹോദരി 6 വർഷമായി സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോമിയോ, ആയുർവേദം, അലോപ്പതി എല്ലാ മരുന്നുകളും ചെയ്തിട്ടും ഒരു കുറവും ഉണ്ടായില്ല. ഒടുവിൽ അമല ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാവിധ ടെസ്റ്റുകളും ചെയ്തു. അവിടെ ഡോക്ടർ പറഞ്ഞു ഇതിന് ഇനി തരാനായിട്ട് വേറെ ഒരു മരുന്നില്ല എന്ന്. അപ്പോൾ ആ മരുന്ന് ഞങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേരം അപ്പം തന്നെ പിന്നെയും മേലൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ വർഷം 2009 ഏപ്രിൽ മാസത്തിൽ ഞാനും ഭർത്താവും മകനും കൂടെ ഇവിടെ വന്ന് ധ്യാനം കൂടി. അപ്പോൾ രാജു ബ്രദറിനെ കണ്ട് സംസാരിച്ചു. ബ്രദറെ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഈ അസുഖം മാറും, എന്തായാലും അസുഖം മാറിക്കഴിഞ്ഞാൽ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അതിനുശേഷം 5 മാസം ഞങ്ങൾ മാസാദി വെള്ളിയാഴ്ച വന്ന് ഇവിടെ ധ്യാനത്തിന് കൂടുണ്ടായിരുന്നു. ജൂലൈ മാസത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു 5 പേരുടെ അലർജി മൂലമുള്ള ചൊറിച്ചിൽ രോഗം മാറുന്നുണ്ടെന്ന്. അതിലൊരാൾ ഞാനായിരിക്കണമെന്ന് ഞാൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇതുവരെ മരുന്ന് കഴിച്ചിട്ടുമില്ല, അസുഖം ഇതുവരെ വന്നിട്ടുമില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. Come, Lord Jesus.